മർക്കോസിൻ്റെ സുവിശേഷം 11-ാം അധ്യായം അതിൻ്റെ 20-ാമത്തെ വാക്യങ്ങളിൽ നാം ഇങ്ങനെ വായിക്കുന്നു. രാവിലെ അവർ കടന്നു പോകുമ്പോൾ അത്തിവൃക്ഷം വേരോടെ ഉണങ്ങിപ്പോയത് അവർ കണ്ടു. പത്രോസ് പറഞ്ഞു, റബ്ബി, നീ ശപിച്ച അത്തി ഉണങ്ങിപ്പോയല്ലോ. അപ്പോൾ യേശു അവരോട് പറഞ്ഞു, ദൈവത്തിൽ വിശ്വാസമുള്ളവർ ആയിരിപ്പിൻ. ആരെങ്കിലും തൻ്റെ ഹൃദയത്തിൽ ഒട്ടും സംശയിക്കാതെ താൻ പറയുന്നത് സംഭവിക്കും എന്ന് വിശ്വസിച്ചുകൊണ്ട് ഈ മലയോട് നീങ്ങി കടലിൽ ചാടിപ്പോക എന്ന് പറഞ്ഞാൽ അവൻ പറഞ്ഞതുപോലെ സംഭവിക്കും എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. ഈ വീഡിയോ കാണുന്ന നിങ്ങളിൽ പലർക്കും ഇതുപോലെ മല പോലെ പ്രശ്നങ്ങൾ ഉണ്ടാകാം അല്ലേ? അത് ചിലപ്പോൾ സാമ്പത്തിക തകർച്ചയാവാം, രോഗാവസ്ഥയാവാം, കുടുംബ പ്രശ്നങ്ങളായിരിക്കാം, നിരാശ, ഭയം. എന്നാൽ യേശു ഇവിടെ പറയുന്നു, സംശയിക്കാതെ ദൈവത്തിൽ വിശ്വസിച്ചാൽ ഈ മലയെല്ലാം നീങ്ങിപ്പോകും. തുടർന്ന് നമ്മൾ വായിക്കുമ്പോൾ യേശു പറയുന്നു, നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ യാചിക്കുന്നതൊക്കെയും ലഭിച്ചു എന്ന് വിശ്വസിക്കുവിൻ, എന്നാൽ അത് നിങ്ങൾക്കുണ്ടാകും. വിശ്വാസം എന്നത് പ്രത്യാശിക്കുന്നവ ലഭിക്കുമെന്ന ഉറപ്പും കാണപ്പെടാത്തവ ഉണ്ട് എന്ന ബോധ്യവുമാണ്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ഏത് പ്രാർത്ഥന വിഷയമായാലും ദൈവസന്നിധിയിലേക്ക് കൊണ്ടുവരുമ്പോൾ, ദൈവമേ, ഞാൻ ചോദിച്ചത് നീ ഇതിനകം തന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇത് എൻ്റെ കണ്ണുകൾ കൊണ്ട് കണ്ടിട്ടില്ല, പക്ഷേ ഞാൻ പൂർണ്ണമായിട്ടും എൻ്റെ കർത്താവിനെ ഞാൻ വിശ്വസിക്കുന്നു. എൻ്റെ ദൈവത്തിന് അസാധ്യമായിട്ട് യാതൊന്നുമില്ല എന്ന് ഞാൻ അറിയുന്നു. ദൈവമേ, എനിക്ക് ഉത്തരം നൽകിയതിന് നന്ദി. എൻ്റെ പ്രശ്നം പരിഹരിച്ചതിന് നന്ദി. ഇന്നു മുതൽ കർത്താവിൽ വിശ്വസിക്കുക, അവനിൽ തന്നെ ആനന്ദിക്കുക. അവൻ നിൻ്റെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ നിനക്ക് തരും.